ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇൻസൈറ്റ്. നമ്മൾ പറയില്ലേ, അതായത് ന്യൂട്ടൻ്റെ തലയിൽ ആപ്പിൾ വീണപ്പോഴാണ് ആ ഒരു ന്യൂട്ടൻ്റെ ലോസും കാര്യങ്ങളൊക്കെ ഉണ്ടായെന്നുള്ളത്. അതേപോലെ തന്നെ ചിലപ്പോൾ നമ്മൾ ബാത്റൂമിൽ കുളിക്കുമ്പോഴായിരിക്കും നമുക്ക് പെട്ടെന്നൊരു സാധനം ക്ലിക്കാവുക. അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ കുറേ കൺഫ്യൂഷൻസും എന്തെങ്കിലുമൊക്കെ പ്രോബ്ലമൊക്കെ ഉണ്ടെങ്കിൽ ചിലർക്ക് ബാത്റൂം പോകുമ്പോഴൊക്കെ ആയിരിക്കും അതൊക്കെ ക്ലിക്കാവുന്നുണ്ടാവുക. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ജസ്റ്റ് എന്തെങ്കിലും കാഷ്വലായിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇത് കൊള്ളാലോ, ഇങ്ങനെ ചെയ്താൽ നന്നാവുമല്ലോ, അങ്ങനത്തെ പെട്ടെന്ന് വരുന്ന സഡൻ ആയിട്ടുള്ള ആ ഒരു ഇൻസൈറ്റിനെയാണ് നമ്മൾ ഇൻസൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ലേണിംഗ് ത്രൂ ഇൻസൈറ്റ് ഇൻവോൾവ്സ് ഗെയിനിങ് അണ്ടർസ്റ്റാൻഡിങ് ഓർ സോൾവിങ് എ പ്രോബ്ലം ത്രൂ എ സഡൻ റിയലൈസേഷൻ ഓർ ആൻ ആഹാ മൊമെൻറ്റ്. എന്താ അത്? പെട്ടെന്ന് നമുക്ക് കൊള്ളാലോ, ഇങ്ങനെ ചെയ്യാം, ആ ഒരു രീതിയിൽ വരുന്നതിനെയാണ് നമ്മൾ ഇൻസൈറ്റ് എന്ന് പറയുന്നത്. This type of learning occurs when an individual perceives relationships or patterns that were previously unclear, leading to a new way of thinking about a situation. അതായത് മുന്നേ നമ്മൾ ചെയ്തിട്ട് കിട്ടാത്ത എന്തെങ്കിലും സൊല്യൂഷൻ നമ്മുടെ മനസ്സിൽ കിടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നമ്മൾ അതിനെ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് വരുന്ന ഒരു റിയലൈസേഷൻ, അതിനെയാണ് നമ്മൾ ഇൻസൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മെയിനായിട്ട് ഇവിടെ എന്താ പറയുന്നത്, 4 രീതിയിൽ ഒരു കുട്ടിക്ക് ഒരു കാര്യം പഠിക്കാൻ പറ്റും. ഒന്നാമത്തേന്ന് പറഞ്ഞാൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഇമിറ്റേഷൻ, ഒരാളെ കണ്ടുകൊണ്ട് ഇമിറ്റേറ്റ് ചെയ്ത് പഠിക്കാം. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ കണ്ടീഷൻഡ് റെസ്പോൺസ്, അതായത് നമുക്ക് ട്രെയിൻ ചെയ്ത് പഠിപ്പിക്കാൻ പറ്റും. മൂന്നാമത്തേന്ന് പറഞ്ഞാൽ ട്രയൽ ആൻഡ് എറർ, അതായത് കുട്ടി സ്വയം ചെയ്ത് കുറേ മിസ്റ്റേക്സ് ഒക്കെ വരുത്തിയിട്ട് പഠിക്കുന്നത്. ലാസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഇൻസൈറ്റ്, പെട്ടെന്നുള്ള ബൾബ് കത്തൽ. ഓക്കെ, പെട്ടെന്ന് നമുക്ക് ആ ഒരു ഒരു കാര്യം പെട്ടെന്ന് തലയിൽ വരുന്നതിനെയാണ് നമ്മൾ ഇൻസൈറ്റ് എന്ന് പറയുന്നത്. സോ ഇതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള 4 പ്രിൻസിപ്പിൾസ്.